ഏതായാലും പിണറായിയുടെ വീടുകളിലെ ഈ ഇ ഡി റെയ്ഡ് സാമൂഹ്യ മാധ്യമങ്ങളിലും ട്രോളന്മാർക്കും വലിയൊരു വിഭവമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ മുതൽ ആഘോഷമാക്കിയിരിക്കുകയാണ് എല്ലാ വിഭാഗക്കാരും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. രാവിലെ മുതൽ എല്ലാവർക്കും അത് വലിയ താല്പര്യമായി മാറിയിരിക്കുകയാണ്. അവിടെ ഈ CPM അണികളുടെ സമരം വലിയ അപഹാസ്യമായി മാറുകയും ചെയ്തിരിക്കുന്നു. കാരണം പിണറായി വിജയനെ ഇവർ ശരിക്കും ജനങ്ങളെ പറ്റിക്കാനാണ് നോക്കുന്നത്. എന്താ ഈ സമരത്തിലൂടെ അവർ ഉന്നയിക്കുന്ന ഒരു പോയിന്റ് എന്താ, ഒന്ന് സംഘപരിവാർ അജണ്ടയാണിത് പിന്നെ നരേന്ദ്രമോദിയെ കണ്ട് VD സതീശനാണ് ഇത് ചെയ്യിച്ചത് എന്ന് പറയും. പക്ഷെ അതേസമയം തന്നെ നരേന്ദ്രമോദിയെ VD സതീശൻ കണ്ടത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നു എന്നുള്ള സ്വാഭാവികമായ പ്രക്രിയയാണ്. അതെല്ലാ മുഖ്യമന്ത്രിയും. അതെ, പക്ഷെ അതേസമയം തന്നെ നമ്മൾ മറ്റൊരു കോടതി വിധി ഇന്നലെ വന്നത് ശ്രദ്ധിക്കണം. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാടിനെതിരെ ED അന്വേഷണം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ശശിധരൻ കർത്ത, അതായത് KMRLന്റെ ഉടമസ്ഥൻ പിന്നെ MD ആയിട്ടുള്ള ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി ആദ്യം അവർക്കൊരു ഇൻ്ററിം ആശ്വാസമായിട്ട് അത് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്നലെ അന്തിമ വിധി വന്നു, EDക്ക് പരിശോധന നടത്താം എന്ന് വിധി വന്നു. ഈ വിധി വന്ന സാഹചര്യത്തിൽ ഇനിയും പരിശോധന നടത്തിയില്ലെങ്കിൽ ഇവർ സുപ്രീം കോടതി പോയി വീണ്ടും ഇത് നീട്ടിക്കൊണ്ടുപോകും മനസ്സിലാക്കി ED ഇന്ന് എല്ലായിടത്തും റെയ്ഡിന് കയറിയത്. പിണറായി വിജയൻ റെയ്ഡിന് അതീതനല്ല. പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് വീണ വിജയനും റെയ്ഡിന് അതീതനല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് ഇതിനോട് സഹകരിക്കാൻ ഇതിപ്പോ ഒരു റെയ്ഡ് അല്ലേ നടക്കുന്നുള്ളൂ. ഈ റെയ്ഡിന്റെ വിധി എന്താണെന്ന് ആദ്യം വരട്ടെ. അതിനെ നിങ്ങൾ ഈ റെയ്ഡ് തടയാൻ എന്തിനാണ്? ഒരാളിന്റെ പേരിൽ പരാതി ഉണ്ട്, നമ്മൾ തീർച്ചയായും പരിശോധന നടത്തും. EDയുടെ രീതി അനുസരിച്ച് അവർ സാമ്പത്തിക ക്രമക്കേടാണ് അവർ അന്വേഷിക്കുന്നത്. EDയുടെ ചുമതല അതാണ്. അതല്ലാതെ CBIയുടെ ജോലിയല്ല ED ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചും അത്തരം ഫൗളിനെ കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് റിപ്പോർട്ട് പുറത്തു വരട്ടെ. അതെ, രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിലൊക്കെ രസം ഒരാൾ KK രാഗേഷ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, അത് പിണറായി വിജയനെ നമ്മുടെ ഡൽഹി പഴയ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനോട് ഉപമിച്ചിരിക്കുകയാണ്. കെജ്രിവാളിനോട് ഉപമിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കെജ്രിവാളിനെ ഇതുപോലെ CBI അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന് ശേഷം വിചാരണ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടു. അപ്പം CBIയുടെ കേസ് കള്ളക്കേസായിരുന്നു എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രചാരണമാണ്. പക്ഷേ ഇവിടുത്തെ സ്ഥിതി മാറി. ഇത് ED ആണ്. ED എന്ന് പറയുന്നത് BJP സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ചട്ടുകമാണെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മോദിയുടെ ഒക്കെ ചങ്ങായിയായിട്ടുള്ള പിണറായി വിജയൻ ഇപ്പൊ എങ്ങനെ പിടിവീഴും? അത്രേ ഉള്ളൂ. അന്തർധാരയല്ലേ? വിഘടനവാദികളും പ്രതിക്രിയാവാദികളും തമ്മിലുള്ള അന്തരം വളരെ കുറവായിരുന്നല്ലോ, ഒരുമിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇതിനകത്ത് സോഷ്യൽ മീഡിയ വളരെ അധികം ആഘോഷിക്കുന്നു. ചിലർ അയ്യപ്പ കോപമാണെന്ന് പറയുന്നു. നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഒരു കപ്പ് എടുക്കട്ടെ കപ്പ് എന്നും പറഞ്ഞ് ഒരു പടം ഇട്ടിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്നപ്പോൾ ഇയാൾ ബാക്ക് ടു മൂൺ എന്ന് പറഞ്ഞൊരു കപ്പ് ഉയർത്തി കാണിച്ചു. ആ കപ്പ് കാണിച്ച് എരുതിയിൽ എണ്ണ ഒഴിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. സ്ഥിരമായി പിടിക്കാറുള്ള വലത് കൈ ഒഴിവാക്കി ഇടത് കൈ കൊണ്ട് പിടിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നു. അതല്ല, ഇപ്പം എന്താണ് സംഭവം? കേരള സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം ഇപ്പോൾ നമ്മൾ എടുത്താൽ സോഷ്യൽ മീഡിയ മാത്രം നോക്കിയാൽ മതി, വേറെ എങ്ങോട്ടും പോകണ്ട. സോഷ്യൽ മീഡിയ വരുന്ന ഈ വാർത്തകളുടെ താഴെയുള്ള കമൻറ്റുകൾ മാത്രം നോക്കുക. കെജ്രിവാളിനോട് ഉപയോഗിച്ചതിനെ കുറിച്ച് ചിലർ പറയുന്നത് ഹരിചന്ദറിൻ്റെ അടുത്ത് ഉപയോഗിച്ചാൽ മതിയായിരുന്നല്ലോ എന്നാണ്. അതാണ്. അതുപോലെ MA ബേബി പറഞ്ഞ കേട്ടില്ലേ? MA ബേബി പറഞ്ഞത് ഇത് UDF അജണ്ടയാണോ എന്ന് സംശയമുണ്ട്. എങ്ങനെ UDF അജണ്ട? എന്ത് UDF അജണ്ട? കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് അധികാരത്തിൽ വന്ന UDF സർക്കാർ വളരെ കുറച്ച് 2 ആഴ്ച പോലും ആയില്ല. അതെ, അവരെന്ത് ചെയ്യാനാ? പിന്നെ വേറൊരു കാര്യം കൂടി ഓർത്തോണം, പിണറായി വിജയൻ അത് ഓർക്കുന്നത് നന്നായിരിക്കും. അതായത് ഇതേ വിഷയം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് കുഴൽനാടനെ ഇവർ ദ്രോഹിച്ചത്. കുഴൽനാടന്റെ വീട് വരെ ചെന്ന് വസ്തു അളക്കാൻ ചെന്നില്ലേ? അതെ, അപ്പൊ തന്നെ വസ്തു അളന്നിട്ട് കിട്ടിയില്ല. തങ്ങൾക്കെതിരെ ആര് നീങ്ങുന്ന പിറ്റേന്ന് തന്നെ അവൻ്റെ പേരിൽ കേസെടുക്കുക, FIR ഇടുക. എന്തായാലും കുഴൽനാടൻ എന്ന പീഡന കേസ് കുരുക്കാത്ത ഭാഗ്യമായി എന്ന് കരുതിയാൽ മറ്റു പല പീഡന കേസിലാണ് അവർ കുരുക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ കുഴൽനാടൻ്റെ വസ്തു അളക്കുന്നു, അതിനകത്ത് പുറമ്പോക്ക് കുഴൽനാടൻ കയ്യേറിയെന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ച കേസ് കുഴൽനാടൻ നടത്തുന്നുണ്ട്. അത് അയാളെ സംബന്ധിച്ചുള്ള അയാൾക്കത് പ്രശ്നമല്ല.
പക്ഷേ ഇതുപോലെ ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങിച്ച വിഷയമല്ല. പിന്നെ ഓരോ ആൾക്കാരും പ്രത്യേകം സോഷ്യൽ മീഡിയ പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ബിനീഷ് കോടിയേരി വന്നു. ബിനീഷ് കോടിയേരി ഉന്നയിച്ചതാണ് വിചിത്രമായ ഈ സതീശൻ നരേന്ദ്രമോദി കൂട്ടുകെട്ട്. ഇദ്ദേഹം എന്താ പറഞ്ഞ, മരുമകൻ പറഞ്ഞത് ഞങ്ങൾ പോരാടും, സംഘപരിവാർ അജണ്ടയ്ക്ക് മുട്ടുവടക്കില്ല. എന്താണ് ഇവിടെ സംഘപരിവാറിന്റെ റോൾ, എന്താണ് ഇവിടെ സതീശന്റെ റോൾ എന്ന് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന ഫാക്റ്റുകൾ കുറിച്ച് ഇവർക്ക് എന്താണ് പറയാം? ഫാക്ട് അവർ അംഗീകരിക്കില്ലല്ലോ. ഫാക്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയും. ഇതെല്ലാം കള്ളമാണെന്ന് പറയും. പണ്ടൊക്കെ ആണെങ്കിൽ തങ്ങൾക്കെതിരെ വരുന്ന എല്ലാ തട്ടിപ്പുകളെ കുറിച്ചുള്ള വാർത്തകളെ ഇത് ബൂർഷ്വാ മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണമാണെന്ന് പറയുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ പോയി. ഇനി അങ്ങനെ പറയാൻ പറ്റില്ല. ഇവർ തന്നെ ബൂർഷ്വാമാരാണെന്നുള്ള നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ. എന്ത് മാധ്യമം? ഈ ഇടയ്ക്ക് മനോരമയിൽ ഒരു സ്റ്റോറി വന്നിരുന്നു. പിണറായിയുടെ മകനെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു വന്നു, നോട്ടീസ് അയച്ചു എന്ന് പറയുന്നുണ്ട്. അന്ന് ഇവരിതെങ്ങനെയാണ് പ്രതിരോധിച്ചത് ഓർക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞു പോയ സംഭവമാണ്. അയാൾ അങ്ങനെ ഒരു നോട്ടീസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ED വിളിപ്പിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ ഇപ്പം അത് യാഥാർത്ഥ്യമായി. ഇനി മകനെയും ചോദ്യം ചെയ്യും, കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്യും. പിന്നെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ മൊത്തം പിതൃശൂന്യ മാധ്യമപ്രവർത്തനം എന്ന് വിളിച്ച് ആക്ഷേപിച്ചവരാണ്. സത്യാനന്തര കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. യുവമാർക്ക് ഇപ്പോഴാണെന്ന് മനസ്സിലായതെന്ന്. സത്യാനന്തര കാലഘട്ടത്തിൽ ആദ്യം മറച്ചു വയ്ക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ഇതൊക്കെ പറയാം. മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയനെങ്കിൽ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യ മുന്നണിയുടെ ആളെന്നുള്ള നിലയിൽ പിണറായി വിജയനെ നോട്ടമിട്ട് ED അയാളെ മനഃപൂർവ്വം ദ്രോഹിക്കുന്നു എന്ന് പറയും. ഇതിപ്പം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ പിണറായി വിജയനാണ്. അപ്പോൾ ഇനി അവർക്ക് EDക്ക് നോക്കേണ്ട കാര്യമില്ല. സ്വന്തം പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്ത, രാഷ്ട്രീയപരമായിട്ട് ആർക്കും വേണ്ടാത്ത ഒരുത്തനെ എന്തിനു പേര് കിടത്തുന്നു എന്നുള്ളതാണ്. അതെ, അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഇപ്പം നിലവിലില്ല. ഈ പിണറായി വിജയനെ കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. അപ്പോൾ പിന്നെ എന്താണ് ഇതിനകത്തെ വിഷയം? പിന്നെ സോഷ്യൽ മീഡിയ പൾസ്, സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോയി, വളരെയധികം അത്ഭുതം തോന്നിപ്പോയി. പിണറായി വിജയൻ പിണറായി 3 ലോഡിങ് എന്നുള്ളത് പിണറായി 3 അൺലോഡിങ് എന്ന് പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും പ്രയോഗിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ. എനിക്കൊന്നും നമ്മളും അത് പ്രയോഗം നടത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ അധികം ആഹ്ലാദിക്കുന്ന, അർമാദിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ടീമിനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എല്ലാ ആൾക്കാരും അതിനകത്ത് അന്തം കമ്മികൾ കുറേ പേര് വന്ന് കിടന്ന് സിന്ദാബാദ് വിളിക്കുന്നുണ്ട്. ആ റെയ്ഡിൻ്റെ സിന്ദാബാദ്. എടാ, മാമുക്കോയ ഒരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഒരു ഓഫീസിലോട്ട് കയറി ചെന്നിട്ട് എടാ തൊരപ്പ ഇറങ്ങി വാടാന്ന് പറയുമ്പോൾ ഒരാൾ ഇറങ്ങി വരും. അപ്പം നിങ്ങളെ അല്ല മറ്റൊരു അതെ എന്ന് പറഞ്ഞ പോലെയാണ് ഈ പിണറായിയുടെ വീടിന് മുന്നിൽ നിന്നുകൊണ്ട് ഇറങ്ങി വാടാ EDകളെ എന്നും പറഞ്ഞ് ഇവര് മുദ്രാവാക്യം. അതാണ് രസകരമായ ഒരു കാഴ്ച തിരുവനന്തപുരത്താണ് ഞാൻ കണ്ടത്. നമ്മളെ പഴയ മേയർ ഊട്ടി ഒരു ഗ്യാപ്പ് ഉണ്ടാകും, പതുക്കലോട്ട് വീണ്ടും കയറിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഇപ്പോഴത്തെ ശിവൻകുട്ടിയപ്പ ഇരിപ്പുണ്ട്. ശിവൻകുട്ടിയപ്പ എന്നെ തോപ്പിച്ച മേയറൂട്ടി നീ വന്നിട്ടുണ്ടോ എന്നുള്ള മട്ടിൽ ശിവൻകുട്ടിയും മേയറൂട്ടിയും കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടിയത് ഏതാണ് ഇതുപോലൊരു അവസരത്തിലാണ് കണ്ടുമുട്ടിയത്. എന്താണെങ്കിലും വളരെ ശോചനീയം, അല്ലെ വളരെ ദയനീയം എന്നേ പറയാൻ കഴിയൂ. പിണറായി വിജയനെ പോലെ ഒരു സിംഗമല്ലല്ലോ, അതെ, പുറത്തുള്ള സിംഗം, പുറമേയുള്ള സിംഗം നല്ല മര്യാദരാമനായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ ഇരുന്ന് പറയാനുള്ളതൊക്കെ പറയും. ഇതിപ്പോ എങ്ങനെ ഇയാൾ പറയും? കണക്ക് പുറത്തൊന്നും പറയാൻ പറ്റില്ല. അതും പറയാൻ പറ്റത്തില്ല. ഇയാൾ കാലിൽ എഴുതി കൊടുത്താലേ പറയാൻ പറ്റും. എണീറ്റ് വാതിൽ നോക്കിയപ്പോൾ കണ്ട കാഴ്ച ചെയ്തായിരിക്കും. അതാണ് ഇതിപ്പോ അവര് പേപ്പർ വെച്ച് ക്വസ്റ്റ്യനെയർ വെച്ചതായിരിക്കും ചോദ്യം ചെയ്യും. ഉറപ്പാണല്ലോ. ആ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എങ്ങനെ പറയാൻ പറ്റും? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും നാളും ഇദ്ദേഹം ഇവിടെ നിന്ന് ആരാണ്ടൊക്കെ എഴുതി കൊടുക്കുന്ന വിഡ്ഢിത്തരവും ഉള്ളതും ഇല്ലാത്തതും എല്ലാം വായിച്ച് അതെന്താണെന്ന് പോലും അറിയാതെ ജസ്റ്റ് പാരായണം ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും സോഷ്യൽ മീഡിയ ഇത്രയധികം സന്തോഷിച്ചതിനുമില്ല. ഇന്ന് ആണ് ആ സുദിനം. സത്യത്തിൽ ഇത്രയും നാളുകൾ, ഈ 10 വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ കാത്തിരുന്നതാണ്. ആദ്യത്തെ സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിച്ചു, സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിച്ചു. പക്ഷേ ഈ കേസിൽ എന്തായാലും പിണറായി വിജയൻ എന്ന കാരണഭൂതൻ കുടുങ്ങിയതിലുള്ളൊരു സന്തോഷം സോഷ്യൽ മീഡിയയിൽ ഉടനീളം വ്യാപകമാണ്.